പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. പാരലൽ ലൈൻസിൻ്റെ പുതിയ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേർഡ് പാർട്ട് പാരലൽ ലൈൻസ് തേർഡ് പാർട്ട് ഒരു 3 പ്രോബ്ലംസ് വെച്ചാൽ നമുക്കിത് ഫിനിഷ് ചെയ്ത് കുറേ പോയിൻറ്റ്സൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. പാരലൽ ലൈൻസ് ഡിവൈഡഡ് അതർ 2 സൈഡ്സ് ഇൻ ദി സെയിം റേഷ്യോ അങ്ങനെയൊക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പഠിച്ചു. ഇനി ട്രയാങ്കിൾ മിഡ് പോയിൻറ്റ്സ് ഓഫ് 2 സൈഡ്സ് ഈസ് ഹാഫ് ദി തേർഡ് സൈഡ്സ് ആൻഡ് പാരലൽ ദി തേർഡ് സൈഡ്സ് എന്നൊക്കെ പ്രോപ്പർട്ടീസ് പഠിച്ചു. ബേസ്ഡ് ഓൺ ദാറ്റ് പ്രോപ്പർട്ടി ഒരു 3 പ്രോബ്ലംസും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1. In the parallelogram ABCD, the line drawn through a point P on AB, parallel to BC, comma, meets AC at O, Q, O അല്ല Q ആണ്, AC at Q, full stop. The line through Q, comma, parallel to AB, meets AD at R, ADയിൽ R മീറ്റ് ചെയ്യുന്നു. Prove that AP by PB equal to is equal to AR by RD. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പാരലലോഗ്രാം ABCD വരച്ചു. Then ABCD, parallelogram ABCD, the diagonal AC construct ചെയ്തു. Then Q ഇവിടെ intersect ചെയ്തു, Q, that is ഇവിടെ P, then join ചെയ്തു, that is R. Then PQ parallel to BC and QR parallel to CD എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിഗർ ഇവിടെ കറക്റ്റ് ആദ്യം വരച്ചു വെക്കുക. ABCD is a parallelogram, the diagonal AC, then point on the diagonal Q ആണ് point on the diagonal, then PQ is parallel to BC and QR is parallel to CD. To prove AP by PB is equal to AR by RD. AP by PB equal AR by RD. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫിഗർ എല്ലാവരും നോക്കിയല്ലോ, കറക്റ്റ് ലൊക്കേഷൻ ഫിഗറാണ്. ദെൻ കൺസിഡർ ട്രയാങ്കിൾ ABC. ഞാൻ ABCയെ കൺസിഡർ ചെയ്തു. കൺസിഡർ ട്രയാങ്കിൾ ABC എഴുതണം അല്ലേ. കൺസിഡർ ട്രയാങ്കിൾ ABC. PQ ഈസ് പാരലൽ ടു BC. PQ എന്ന് പറയുന്നത് BCക്ക് പാരലാണ്. അതൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. PQ ഈസ് പാരലൽ ടു BC. നമുക്കറിയാം എന്ത്, ഇൻ എനി ട്രയാങ്കിൾ പാരലൽ ടു വൺ സൈഡ് അതർ 2 സൈഡ്സ് ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ. അതർ 2 സൈഡ്സിനെ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് AP by PB is equal to AQ by QC. Equation number 1. മനസ്സിലായല്ലോ. നമുക്ക് പാരലൽ ലൈൻസ് ആണെങ്കിൽ അതർ 2 സൈഡ്സ് ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ എന്നൊരു പ്രോപ്പർട്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ ABC. PQ ഈസ് പാരലൽ ടു BC. Therefore, other 2 sides are divided in the same ratio. AP by PB equal AQ by QC. പറഞ്ഞേ AP by PB equal AQ by QC. പറഞ്ഞേ AP by PB equal AQ by QC. Other 2 sides are divided in the same ratio. Then triangle ADC. Next triangle ഞാൻ എടുത്തു ADC. In triangle ADC, QR parallel to CD. അവിടെ ആരാ പാരലൽ? QR is parallel to CD. QR CD ക്ക് പാരലൽ ആണ്.
QR parallel to CD. Then അവിടെ നമുക്ക് എന്ത് ചെയ്യാം? Other two sides are divided in the same ratio. Apply ചെയ്തൂടെ? AR by RD. AR by RD equal. ദാ നോക്കൂ, പിക്ചറിലേക്ക് നോക്കൂ. AR by RD equal AQ by QC. AR by RD equal AQ by QC. പറഞ്ഞേ AR by RD equal AQ by QC. പറഞ്ഞേ AR by RD equal AQ by QC. Equation number 2. Other two sides are divided in the same ratio. ഇനി ഇവിടെ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഒന്ന് കൺസിഡർ ചെയ്യൂ. ഫസ്റ്റ് ഇക്വേഷനിൽ RHS AQ by QC, സെക്കൻഡ് ഇക്വേഷനിലും RHS AQ by QC. അപ്പോൾ രണ്ടും RHS റൈറ്റ് ഹാൻഡ് സൈഡ്, അതാണ് RHS, അറിയാലോ. RHS ഈക്വൽ ആണല്ലോ രണ്ടിലും. ദെർഫോർ LHS ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 RHS ആർ ഈക്വൽ ആണ്, റൈറ്റ് സൈഡ് ആർ ഈക്വൽ. ദെർഫോർ LHS ആർ ഈക്വൽ. AP by PB is equal AR by RD. ഇതാണോ പ്രൂവ് ചെയ്യേണ്ട സാധനം? നോക്കൂ. യെസ്, കറക്റ്റല്ലോ. അപ്പോൾ ഏതാ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തത്? ഇൻ എനി ട്രയാങ്കിൾ ലൈൻ ജോയിനിങ് two sides parallel to third side, other two sides are divided in the same ratio എന്നൊക്കെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ ലൈൻ ജോയിൻ ചെയ്തിരിക്കുന്നത് തേർഡ് സൈഡിന് അല്ലെങ്കിൽ ഒരു സൈഡിന് വൺ സൈഡിന് പാരലൽ ആണെങ്കിൽ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ. In a B C D, in a parallelogram A B C D, then PQ is parallel to BC. Consider triangle ABC. AP by PB equal AQ by QC. Other two sides are divided in the same ratio. Then equation number 1. അതിൻ്റെ ബ്രാക്കറ്റിൽ വേണം എഴുതിച്ചാൽ മതി. Other two sides are divided in the same ratio. ഇവിടെ ഓൾറെഡി PQ parallel to BC എന്ന് എഴുതിയാൽ ആ പ്രോപ്പർട്ടി ആയി, പിന്നെ അത് നിർബന്ധമില്ല. In triangle ADC, QR parallel to CD, AR by RD equal AQ by QC. Equation number 2. Other two sides are divided in the same ratio. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടി പ്രാക്ടീസ് ആയി. ദെൻ നെക്സ്റ്റ് കേസ് നമുക്ക് എന്തിലേക്കാണ് പോകുന്നത്? ഫ്രം 1 and 2. ഇക്വേഷൻ 1ഉം 2ഉം കണ്ണോർന്ന് നോക്കിയേ. RHS ആർ ഈക്വൽ. ദെർഫോർ LHS ആർ ഓൾസോ ഈക്വൽ. AP by PB equal AR by RD. AP by PB equal AR by RD. കറക്റ്റ് ആയല്ലോ? കറക്റ്റ് മാത്രമല്ല, പെർഫെക്റ്റ് വൈ. ഇവിടെ ശ്രദ്ധിക്കണം, ഫസ്റ്റ് പ്രോപ്പർട്ടി ഈ ഫിഗറിലൊക്കെ എവിടെയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് മെയിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡ് പ്രോബ്ലം മക്കളെ, ഇന്നത്തെ സെക്കൻഡ് പ്രോബ്ലം. ഇൻ ദി പിക്ചർ ബിലോ two vertices of a parallelogram are joined to the midpoints of two sides. Full stop. Prove that these lines divide the diagonal in the picture into three equal parts. അപ്പോൾ ഒരു പാരലലോഗ്രാം വരയ്ക്കുക. കൺസ്ട്രക്ഷൻ ഒന്നുമില്ല, നെയിം ചെയ്ത ഫിഗർ ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ക്വസ്റ്റ്യനിലെ ഫിഗർ ഒരിക്കലും എന്തുണ്ടാവില്ല, നെയിമിംഗ് ഒന്നും ഉണ്ടാവില്ല, കൺസ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. ജസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. AC പാരലലോഗ്രാം വരച്ചു. ദെൻ D മിഡ് പോയിൻറ്റിലേക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഏകദേശം വളഞ്ഞു പോയി, മിഡ് പോയിൻ്റ് അല്ലാണ്ടായിപ്പോയി. അങ്ങനെ മിഡ് പോയിൻറ്റിലേക്ക് കൺസ്ട്രക്റ്റ് ചെയ്തു. ജോയിൻറ്റ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ടു സൈഡ്സ്. ഇതിൻ്റെ മിഡ് പോയിൻറ്റ് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് P is the midpoint of AB and Q is the midpoint of CD. Then XY intersecting point diagonal, that is okay. ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും, ഫിഗർ നോക്കൂ. ABCD is a parallelogram. Then point Q is the midpoint of CD and P is the midpoint of AB. Join PD and BQ.
അപ്പോൾ നമുക്ക് പറയാലോ, ഇവിടെ ആദ്യം ശ്രദ്ധിക്കുക എല്ലാവരും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AX എന്ന് പറയുന്ന പാർട്ട്, XY എന്ന് പറയുന്ന പാർട്ട്, YC എന്ന് പറയുന്ന പാർട്ട്, ബോത്ത് 3 പാർട്സ് അല്ലെ 3 പാർട്സ് ആർ ഈക്വൽ പാർട്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ PB ഈസ് ഹാഫ് AB ഈക്വൽ ടു PB ആണെന്ന് അറിയാം അല്ലേ. ഇനി പാരലലോഗ്രാം ABCD, AB ഈക്വൽ ടു CD, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇൻ എ പാരലലോഗ്രാം ABCD, opposite sides are equal. Half AB equal to half CD. Full AB യും CD യും full equals ആണെങ്കിൽ therefore halfസും equal ആയിരിക്കും. Half AB equal to half CD. AB യുടെ half ആണ് ആര്? PB. PB equal to, then CD യുടെ half ആണ് ആര്? DQ. PB equal to DQ. ഇവിടെ നോക്കുക, ഈ ഒരു ജസ്റ്റ് ഒരു പാരലോഗ്രാം ഞാൻ ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കുക. ആ കോർഡിലേറ്റർ ശ്രദ്ധിക്കുക. PBQD, then PB is equal to DQ. Half AB equal to half CD, therefore PB equal to DQ. PB parallel to DQ. പാരലോഗ്രാം AB parallel to CD ആണെങ്കിൽ PB is parallel to DQ. അപ്പോൾ two opposite side, pair of opposite sides equal and parallel, therefore PBQD is a parallelogram. ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചത് ആ ഷെയ്ഡഡ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലലോഗ്രാം എന്ന് പ്രൂവ് ചെയ്തു. എങ്ങനെ പ്രൂവ് ചെയ്തു മക്കളെ? AB ഈസ് ഈക്വൽ ടു CD, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം. ഹാഫ് AB ഈസ് ഈക്വൽ ടു ഹാഫ് CD, ദാറ്റ് ഈസ് PB ഈക്വൽ ടു DQ. Therefore PB ഈസ് പാരലൽ ടു DQ. അതും കൂടി എഴുതി വെക്കുക. PB ഈസ് പാരലൽ ടു DQ. Pair of opposite sides parallel and equal, therefore PBDQ is a parallelogram. PBQD is a parallelogram. അപ്പോൾ പാരലലോഗ്രാം ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രൂഫ് കൺസിഡർ ചെയ്തു. അത് ക്ലിയർ ആയല്ലോ? പാരലലോഗ്രാം ആക്കിയല്ലോ, അത് ക്ലിയർ ചെയ്തു. പാരലലോഗ്രാം ആണെന്ന് എഴുതി വെച്ചു. Then consider triangle ABY. നോക്കുക, consider triangle ABY. Then XP or PX is parallel to BY. PX parallel to BY. തർക്കല്ല, this a parallelogram ആണെങ്കിൽ അവിടെയൊക്കെ എന്തായിരിക്കും? പാരലൈൻസ് ആയിരിക്കും അല്ലേ. PD പാരലൽ ടു BQ ആണെങ്കിൽ അതിൻ്റെ പാർട്ടും പാരലൽ വരിക, തർക്കമല്ലല്ലോ. അപ്പോൾ PX is parallel to BY. In a triangle ABY, PX is parallel to PY. Then part എന്തായിരിക്കും? Other two sides are divided in the same ratio. AX by XY is equal to AP by PB. P is the midpoint അല്ലേ? P midpoint അല്ലേ? നോക്കൂ, ഞാൻ other two parts are divided in the same ratio ചെയ്താ. AX by XY is equal to AP by PB. P is midpoint ആണെങ്കിൽ AP by PB എത്രയ്ക്കും വാല്യൂ വരിക? 1. AX by XY is equal to 1. Therefore AX equal to XY. Equation number 1. Equation number 1. P is the midpoint of AB. അങ്ങനെ midpoint ആയിട്ട് തരുന്ന കേസിൽ ഫ്രാക്ഷൻ ഫോം എന്തായിരിക്കും? 1. AP by PB equal 1. പാർട്ട് രണ്ടും 1 അല്ലേ? സെയിം അല്ലേ വരുന്നത്? 5/5 1, 3/3 1, 4/4 1, 6/6 1 എന്നാണ് വരിക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ്ലി ദെൻ PBQD ഈസ് എ പാരലലോഗ്രാം. പ്രൂഫൊക്കെ എല്ലാം വളരെ വൃത്തിയായിട്ട് എഴുതി. ഹാഫ് AB ഈസ് ഈക്വൽ ടു ഹാഫ് CD, AB പാരലൽ ടു CD, therefore PB ഈക്വൽ ടു DQ and PB parallel DQ. Pair of opposite sides are equal and parallel. The given quadrilateral is a parallelogram. In consider triangle ABY, XP or PX parallel to BY. ഓട്ടോമാറ്റിക്കലി അത് പാരലൽ ആയിരിക്കും. കാരണം എന്താ? ദിസ് ഇസ് എ പാരലലോഗ്രാം. ദെൻ PX parallel to BY, two sides are parallel, other two sides are divided in the same ratio. AX by XY equal to AP by PB. Therefore AP by PB is equal to 1. വേണം ഇവിടെ എഴുതിയിരിക്കുന്നത് P is the midpoint. AB യുടെ മിഡ് ആണ് P. Therefore AP by PB is equal to 1 ആണ് ആൻസർ. Then AX by XY is equal to 1. Cross multiplication AX equal to XY. Equation number 1.
Correct. Then consider triangle DXC. Consider triangle DXC. DXC. DX parallel to QY. ശരിയല്ലേ? DX parallel to QY. Correct ആണല്ലോ? DX is parallel to QY. Then parallel lines cut other two sides divided in the same ratio. പറയാലോ? XY by YC equal to DQ by QC. DQ by QC. Correct അല്ലേ? നോക്കൂ മക്കളെ. Other two sides are divided in the same ratio. XY by YC equal to DQ by QC. Q is the midpoint of CD. അപ്പോൾ DQ by QC എത്രയ്ക്കും വരിക? XY by YC equal to 1 എന്ന് വരും അല്ലേ? 1 എന്ന് കിട്ടിയില്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാലോ? XY is equal to YC, ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ട് പീസ് എന്താണ്? സെയിം. അപ്പോൾ ഏത് പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്തു? പാരലൽ ലൈൻസ് കട്ട് അതർ ടു സൈഡ്സ് ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ. അപ്പോൾ ഇവിടെ AX ഈക്വൽ ടു XY, ഇക്വേഷൻ നമ്പർ 1, XY ഈക്വൽ ടു YC, ഇക്വേഷൻ നമ്പർ 2. ഫ്രം ഇക്വേഷൻ 1 and 2 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. AX XYക്ക് ഈക്വലാണ്, XY YCക്ക് ഈക്വലാണ്. അപ്പോൾ ടോട്ടലി ഈക്വൽ ആയില്ലേ? അപ്പോൾ AX 3 ആണ്, XY 3 ആണ്. അപ്പോൾ 3 ഈക്വൽ ടു 3 ഇവിടെ. XY ഈക്വൽ ടു YC ആ, XY 3 അല്ലേ? അപ്പോൾ YC എത്ര വരും? 3 വരും. നാച്ചുറലി അങ്ങനെയല്ലേ വരിക. അപ്പോൾ AX ഈക്വൽ ടു XY, XY is equal to YC from equation 1 and 2. From equation 1 and 2, therefore AX equal to XY is equal to YC. Other 3 parts cut 3 parts, equal 3 parts ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രോപ്പർട്ടി? ഫസ്റ്റ്ലി പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തു. പാരലലോഗ്രാം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ദെൻ പാരലൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാരലലോഗ്രാം ആണെന്ന് പ്രൂഫ് എഴുതുന്നത്. എങ്ങനെ പാരലലോഗ്രാം ആയിട്ട് മാറി? AB പാരലൽ ടു CD, ഹാഫ് AB is equal to half CD, then PB equal to DQ. Pair of opposite sides are equal and parallel. PBQD is a parallelogram. Then next PX parallel to BY. Then other two sides are divided in the same ratio. AX by XY is equal AP by PB. Then AP by PB is equal to 1 because P is the midpoint of the side AB. Then AX equal to XY, equation number 1. Consider triangle DXC. Then DX parallel to QY. Other two sides are divided in the same ratio. Then DQ by QC is equal to XY by YC. Then QC എന്താണ്? DQ is the midpoint. Therefore 1 equal to XY by YC, XY is equal to YC, equation number 2. From equation 1 and 2 we get AX equal to XY is equal to YC. AX equal to XY is equal to YC. Correct ആയിട്ട് 3 equal parts ആയിട്ട് കിട്ടി. അപ്പോൾ വളരെ ലോജിക്കായിട്ട് അപ്ലൈ ചെയ്യാലോ? ലോജിക് ആൻഡ് സിംപ്ലിക് ആണ് പ്രോബ്ലം. അത് കറക്റ്റായിട്ട് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല. സിമ്പിളാക്കിയിട്ടാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ വരുന്നത്. ലോജിക്ക് മാത്രം നോക്കുക, അപ്ലൈ ചെയ്യുക. വേറെ അതിൽ പ്രാക്ടീസ് ഒന്നുമില്ല കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് the quadrilateral formed by joining the midpoints of the sides of a quadrilateral is a parallelogram. Prove that the quadrilateral formed by joining the midpoints of the sides of a quadrilateral is a parallelogram. Second one, what if the original quadrilateral is a rectangle? അത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ, ഒറിജിനൽ ക്വാഡ്രിലാറ്ററൽ ഈസ് എ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇൻസൈഡ് ക്വാഡ്രിലാറ്ററൽ എന്താ വരിക? തേർഡ്, വാട്ട് ഇഫ് ദി റോംബസ്, ഒറിജിനൽ ക്വാഡ്രിലാറ്ററൽ റോംബസ് ആണെങ്കിൽ എന്താ വരിക? ദെൻ 3 ഫിഗറായിട്ട് തന്നെ നമുക്കത് ചെയ്യാം, 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ചെയ്യാം. ഫസ്റ്റ് ഒരു ക്വാഡ്രിലാറ്ററൽ ആയിട്ട് വരയ്ക്കാം. ദെൻ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുക, എല്ലാത്തിൻ്റെയും മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തു.
ദെൻ വി ഗെറ്റ് എ പാരലലോഗ്രം എന്നാണ് പ്രൂഫ് വേണ്ടത്. ദെൻ ഒരു ഡയഗണൽ കൺസ്ട്രക്റ്റ് ചെയ്തു, നെയിം ചെയ്യാം. എ ബി സി ഡി രണ്ട് ഡയഗണൽ ജോയിൻ ചെയ്യുക. നെയിം ചെയ്തു. ഇൻസൈഡ് കോർഡിലേറ്ററിൽ പി ക്യു ആർ എസ്, പി ക്യു ആർ എസ്. ദെൻ മിഡ് പോയിൻ്റ് ഇവിടെ O എന്ന് വേണമെങ്കിൽ കാണിക്കും. മിഡ് പോയിൻ്റ് അല്ല, അത് ഇൻ്റർസെക്റ്റിംഗ്, ഡയഗണൽ ഇൻ്റർസെക്റ്റ് അറ്റ് O. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ വായിക്കുക. പ്രൂവ് ദാറ്റ് ദി ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലലോഗ്രാം. മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ വി ഗെറ്റ് എ പാരലലോഗ്രാം എന്നാണ് പ്രൂഫ്. എ ബി സി ഡി ഈസ് എ ക്വാഡ്രിലാറ്ററൽ. പി ക്യു ആർ ആൻഡ് എസ് are the midpoints of the four sides. We get PQRS. Then to prove PQRS is a parallelogram. Parallelogram ആണെന്ന് പ്രൂഫ് ഉണ്ടാക്കണം. വെറുതെ പ്രൂഫ് ഉണ്ടാക്കിയാൽ പോരട്ടോ. ദെൻ ശ്രദ്ധിക്കുക, പി ക്യു നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ. പി ഈസ് ദ മിഡ് പോയിൻ്റ്, ക്യു ഈസ് ദ മിഡ് പോയിൻ്റ്. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. എ ബി സി നോക്കുക എല്ലാവരും. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. എ ബി സി നോക്കുക, എ ബി സി നോക്കി, എ ബി സി. പി ആൻഡ് ക്യു ആർ ദി മിഡ് പോയിൻറ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ എനി ട്രയാങ്കിൾ ലൈൻ ജോയിനിങ് ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ടു സൈഡ്സ് ഈസ് പാരലൽ ടു തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ്സ് തേർഡ് സൈഡ്. പാരലൽ ആയിരിക്കും തേർഡ് സൈഡിന്, ഹാഫ് ഓഫ് ഇറ്റ്സ് തേർഡ് സൈഡ് എന്ന് പ്രൂഫ് പ്രോപ്പർട്ടി എഴുതി വെച്ചാൽ പോയിൻറ്റ്സിൽ. Then in triangle ABC, P and Q are the midpoints of the sides AB and CD. Therefore, PQ is parallel to AC and PQ is half AC. In triangle ABC, P and Q are the midpoints. Therefore, PQ parallel AC and PQ equal to half AC. കറക്റ്റ് ആണല്ലോ. എന്താ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഇൻ എനി ട്രയാങ്കിൾ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ടു സൈഡ്സ് ഈസ് പാരലൽ ടു തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ്സ് തേർഡ് സൈഡ്. അപ്പോൾ പി ക്യു ഈക്വൽ ടു ഹാഫ് എ സി, പി ക്യു പാരലൽ എ സി. ദെൻ കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി. കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി. എ ഡി സി. എസ് ആൻഡ് ആർ ആർ ദി മിഡ് പോയിൻറ്റ്സ് അല്ലേ. എസ് ഇവിടുത്തെ മിഡ് പോയിൻ്റ് ആണ്, ആർ ഇവിടുത്തെ മിഡ് പോയിൻ്റ് ആണ്. ദെർഫോർ എസ് ആർ പാരലൽ എ സി. എസ് ആർ പാരലൽ എ സി. എസ് ആർ എ സിക്ക് പാരലാണ്. എസ് ആർ ഈക്വൽ ടു ഹാഫ് എ സി. എസ് ആർ ഈക്വൽ ടു ഹാഫ് എ സി. ഹാഫ് എ സിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്ത് വന്ന്? പി ക്യു ഈക്വൽ ടു ഹാഫ് എ സി, എസ് ആർ ഈക്വൽ ടു ഹാഫ് എ സി. അപ്പോൾ പി ക്യൂവും എസ് ആറും എന്താണ്? ഈക്വൽ ആയിട്ട് മാറിയില്ലേ? പി ക്യു ഈക്വൽ ടു ഹാഫ് എ സി. എ സിയുടെ ഹാഫാണ് പി ക്യു. ദെൻ എസ് ആർ ഈക്വൽ ടു ഹാഫ് എ സി. എ സിയുടെ ഹാഫാണ് എസ് ആർ. ദെർഫോർ പി ക്യു ഈക്വൽ ടു എസ് ആർ. ദെർഫോർ പി ക്യു ഈക്വൽ ടു എസ് ആർ. Then PQ equal to SR. Pair of opposite sides are equal and parallel. It is a parallelogram. അല്ലേ? ദെൻ സിമിലർലി എന്ന് പറഞ്ഞാൽ നമുക്കത് എവിടെയും ചെയ്യാം. എന്ത്? ഇൻ ട്രയാങ്കിൾ ഡി സി ബി വേറെ എഴുതാമാണ്. ഡി സി ബി ക്യു ആർ പാരലൽ ടു ബി ഡി, ക്യു ആർ ഈക്വൽ ടു ഹാഫ് ബി ഡി. ഇൻ ട്രയാങ്കിൾ എ ബി ഡി പി എസ് ഈസ് പാരലൽ ടു ബി ഡി, പി എസ് ഈക്വൽ ടു ഹാഫ് ബി ഡി. രണ്ട് പെയർ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പി ക്യു പാരലൽ എ സി, പി ക്യു ഈക്വൽ ഹാഫ് എ സി, PQ equal half AC. SR parallel AC, SR equal half AC. Therefore, PQ equal to SR, PQ equal SR and PQ parallel SR. Pair of opposite sides are equal and parallel. PQRS is a parallelogram. ഇവിടെ ഏത് പ്രോപ്പർട്ടിയാണ് മക്കൾ അപ്ലൈ ചെയ്തത്? ഇൻ എനി ട്രയാങ്കിൾ ലൈൻ ജോയിനിങ് ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ടു സൈഡ്സ് ഈസ് ഹാഫ് ഓഫ് ദി തേർഡ് സൈഡ് ആൻഡ് പാരലൽ ടു തേർഡ് സൈഡ് എന്ന പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്തു. അത് വളരെ പ്രാക്ടിക്കലാക്കി നമ്മളിത് ചെയ്തു. അപ്പോൾ ക്വാഡ്രിലാറ്ററലിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ, ഇൻസൈഡ് ക്വാഡ്രിലാറ്ററൽ ഇസ് എ പാരലലോഗ്രാം. എപ്പോഴും എന്തായിരിക്കും? പാരലലോഗ്രാം ആണെന്ന് പ്രൂഫ് കണ്ടുപിടിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ വായിച്ചിരിക്കുന്നത് നോക്കിയേ. അത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ എന്തായിരിക്കും? അതായത് ഒറിജിനൽ ക്വാഡ്രിലാറ്ററൽ, ലാർജ് ക്വാഡ്രിലാറ്ററൽ റെക്റ്റാങ്കിളായിട്ട് വരയ്ക്കാം. അങ്ങനെ റെക്റ്റാങ്കിൾ ആകുമ്പോൾ
അതിൻ്റെ ഇൻസൈഡ് കിട്ടുന്ന കേസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ക്വാഡ്രിലാറ്ററൽ ഒന്ന് ചേഞ്ച് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യന് സെക്കൻഡ് ഫിഗർ, രണ്ട് ഫിഗർ തന്നെ വരയ്ക്കണേ, സെപ്പറേറ്റ് ഫിഗർ തന്നെ വരച്ചു. ദെൻ എ സി എ ബി ഡി ഡയഗണൽസ് ബി സി ഡി വരച്ചു. മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്യണം. 1 2 3 4 മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്തു. പി ക്യു ആർ എസ്. Then ABCD, second question ആണ്. ABCD is a rectangle. Then midpoints of sides AB, BC, CD and AD are PQRS. Join PQRS. We get അത് എന്ത് ഫിഗർ ആണെന്ന് പ്രൂഫ് ഉണ്ടാക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻ ട്രയാങ്കിൾ ABC PQ parallel to AC, PQ equal to half AC. In triangle ABC PQ parallel to AC, PQ equal to half AC. Correct ആണല്ലോ. Ready. Then next one, in triangle അടുത്ത കേസ് ADC. In triangle ADC SR equal to half AC. Correct ആണല്ലോ. SR equal to half AC. എന്താ തിയറം? In any triangle, line joining the midpoints of two sides is parallel to third side and half of its third side. PQ equal to SR എന്ന് കിട്ടി. AC യുടെ ഹാഫ് ആണ് രണ്ടും വരുന്നത്. Then next നമുക്ക് ചെയ്യാലോ PS equal to half BD എന്ന് പറയാലോ. half BD. Similarly PS equal to half BD. Then QR equal to എന്ത് പറയാ? half BD എന്ന് പറയാലോ. half BD പറഞ്ഞോടെ. അപ്പോൾ PQ equal to half AC, കറക്റ്റ്. PQ equal to half AC. SR equal to half AC, കറക്റ്റ്. SR equal to half AC. PS equal to half BD, PS equal to half BD. QR equal to half BD. ഇത് നമുക്ക് റെക്റ്റാങ്കിൾ ആണല്ലോ. ABCD is a rectangle. Therefore diagonal AC is equal to BD. AC യും BD എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. In any all rectangle diagonals are equal. അപ്പോൾ PQ എന്ന് പറയുന്നത് ഹാഫ് AC, SR എന്ന് ഈക്വൽ ടു ഹാഫ് AC, PS ഈക്വൽ ടു ഹാഫ് BD എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് AC തന്നെയാണ് അല്ലേ? BD is equal to AC, AC is equal to BD. Then QR equal to half AC, ഹാഫ് BD എന്ന് പറയുന്നത് ഹാഫ് AC തന്നെയാണ്. അപ്പോൾ ഇവിടെ ടോട്ടലി 4 കേസ് എന്താണ്? ഈക്വൽ ആണ്. ഫസ്റ്റ് തന്നെ വേണം നമുക്ക് PQ equal to half AC, ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. SR equal to half AC, ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. PS equal to half BD, ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. QR equal to half BD, ഇക്വേഷൻ നമ്പർ 4 കൊടുത്തു. അപ്പം ഫ്രം എന്നിട്ട് അടുത്ത ലൈനിൽ എന്ത് ചെയ്യുക? AC equal to BD. Therefore ഇക്വേഷൻ ഫ്രം ഇക്വേഷൻ 1 2 3 and 4 we get PQ equal to QR equal to SR equal to PS. PQ equal to QR equal to SR equal to PS. All sides are equal. Therefore PQRS is a rhombus. All sides are equal. The given parallelogram അല്ലെങ്കിൽ the given quadrilateral PQRS is a rhombus. Rhombus ആണെന്ന് പ്രൂഫ് ഉണ്ടാക്കി. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ ഈസി അല്ലേ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ പ്രോപ്പർട്ടി തന്നെ. ഇൻ എനി ട്രയാങ്കിൾ ലൈൻ ജോയിനിങ് ദി മിഡ് പോയിൻറ്റ്സ് ഈസ് പാരലൽ ടു തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ്സ് തേർഡ് സൈഡ്. PQ equal half AC, SR equal half AC, SP equal half BD, QR equal half BD, BD equal AC. Therefore all sides are equal. ഡയഗണൽസ് ഈക്വൽ ആണ്, എല്ലാം ഡയഗണൽസിൻ്റെ ഹാഫാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ ഹാഫ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും. Therefore PQ equal QR equal SR equal PS, PQ equal QR equal SR equal PS. All sides are equal. PQRS is a rhombus. PQRS is a rhombus. കറക്റ്റ് ആയല്ലോ? അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്തു. ഇൻ എനി ട്രയാങ്കിൾ പറഞ്ഞേ മിഡ് പോയിൻറ്റ്സ് ലൈൻ ജോയിനിങ് ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ടു സൈഡ്സ് ഈസ് ഹാഫ് ദി തേർഡ് സൈഡ് ആൻഡ് parallel to third side. Half the third side and parallel to third side. അതിൻ്റെ പ്രൂഫ് ക്ലിയർ ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഇഫ് ഇറ്റ് ഈസ് എ റോംബസ്. ഫസ്റ്റ് ഫിഗർ എന്താ പറഞ്ഞിരിക്കുന്നത്? റോംബസ് ആണെന്ന് പ്രൂഫ് ഉണ്ടാക്കണം അല്ലേ? ഫസ്റ്റ് ഫിഗർ റോംബസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ
റോംബസ് ആയിട്ട് വരയ്ക്കാം. ഫസ്റ്റത്തത് ക്വാഡ്രിലാറ്ററൽ, സെക്കൻഡ് റെക്റ്റാങ്കിൾ, തേർഡ് റോംബസ്. ഇനി അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്യാം. ഡയഗണൽ, റോംബസിൻ്റെ ഡയഗണൽ എന്തായിരിക്കും? ഡയഗണൽ ബൈസെക്റ്റ് പെർപെൻഡിക്കുലർലി എന്ന് പറയാം അല്ലേ. ABCD ജോയിൻ ചെയ്തു. PQRS ജോയിൻ ചെയ്തു. കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്സ് എഴുതാം. PQ ഈക്വൽ ടു ഹാഫ് AC, PQ പാരലൽ AC, PQ ഇൻ ട്രയാങ്കിൾ ABC, PQ ഈക്വൽ ഹാഫ് AC അവിടെ വെച്ചു. PQ ഈക്വൽ ഹാഫ് AC. ഇൻ ട്രയാങ്കിൾ ADC SR ഈക്വൽ ഹാഫ് AC, അല്ലേ. ദെൻ നമുക്കറിയാം SR ഈക്വൽ ഹാഫ് AC, PQ ഈക്വൽ ഹാഫ് AC. ദെയർഫോർ PQ ഈക്വൽ ടു SR, PQ പാരലൽ SR, PQRS ഈസ് എ പാരലലോഗ്രാം. ഇവിടെ നമുക്ക് റോംബസ് ആയതുകൊണ്ട് ഡയഗണൽ ബൈസെക്റ്റ് പെർപെൻഡിക്കുലർലി ഇവിടെ 90 ഡിഗ്രിയാണ് വരിക അല്ലേ. ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? 90 ആണ്. ഈ ഒരു ഷെയ്ഡ് ചെയ്തത് നോക്കൂ. SR പാരലൽ ടു PQ ആണ്, SP പാരലൽ ടു QR ആണ്, PS പാരലൽ ടു QR. ദിസ് എ പാരലലോഗ്രാം ആണ്. PQRS പാരലലോഗ്രാം ആണെന്ന് പ്രൂഫ് ഉണ്ടാക്കി. ദെൻ അത് എന്താണെന്നും കൂടി നോക്കണം. റെക്റ്റാങ്കിളും കൂടി ആയിരിക്കും. നോക്കൂ, ഇവിടെ 90 ഡിഗ്രിയാണ്. റോംബസ് ഡയഗണൽ ബൈസെക്റ്റ് പെർപെൻഡിക്കുലർലി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ S എന്തായിരിക്കും വരിക? 90 അല്ലേ വരിക. എന്തുകൊണ്ട്? ദിസ് പാരലൽ ടു ദിസ്, ഈ ഷെയ്ഡഡ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലോഗ്രാം ആണ്. ഷെയ്ഡഡ് ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? പാരലോഗ്രാം. ഈ ലാർജ് പാരലോഗ്രാം അല്ലേ, PQRS ഈസ് എ പാരലോഗ്രാം. അപ്പോൾ ഇതിൻ്റെ സ്മോൾ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? പാരലോഗ്രാം. ദിസ് പാരലോഗ്രാം, എല്ലാം പാരലോഗ്രാം അല്ലേ, കാരണം ദിസ് പാരലൽ. അപ്പോൾ കറക്റ്റ് കണക്ഷൻ ആയിട്ട് വരുന്ന ഈ 4 പാരലോഗ്രാംസ് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇവിടെ എത്ര വന്ന്? 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഇതിനെ ഞാൻ വേണം ഒരു നെയിം ചെയ്യുക. എന്ത്? OS PQRS അല്ലേ. വേറൊരു പേരെന്താ കൊടുക്കുക? MN കൊടുക്കുക. OMSN ഉണ്ടല്ലേ. ക്വാഡ്രിലാറ്ററൽ OMSN ഈസ് എ പാരലലോഗ്രാം. Therefore angle O 90 degree. എന്താ 90 ഡിഗ്രി ആവുന്ന എന്താണ്? ഡയഗണൽസ് ഓഫ് എ റോംബസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. Therefore angle S equal to 90. In a parallelogram PQRS, one angle 90 degree is called, it is a rectangle. In any parallelogram, one angle 90 degree is called rectangle. Rectangle definition അതാ. Rectangle is a parallelogram with one angle 90 degree എന്നാ പറയാം. അപ്പോൾ S 90 ആണെങ്കിൽ PQRS is a rectangle. അപ്പോൾ ഞാനൊന്നുകൂടി പറയാം. Then ABCD is a rhombus. Then PQRS is the midpoint of the sides of the rhombus. Then diagonal AC and BD intersect at O. Perpendicular intersect at O. Then consider triangle ABC. PQ equal to half AC. In triangle ADC, SR equal to half AC. Therefore, PQ parallel SR, PQ equal to SR, PQRS is a parallelogram. The shaded quadrilateral ONSM അല്ലെങ്കിൽ OMSN ഇനി അതും അല്ലെങ്കിൽ MONS മോൻസ് അത് പറയാം. മോൻസ് അതാ സുഖം. മോൻസ് quadrilateral mons is a parallelogram. Quadrilateral mons is a parallelogram. Angle mon എത്ര വരിക? Angle mon equal to 90 degree. എന്തുകൊണ്ട് angle mon 90 ആയത്? Diagonals are perpendicular bisector. Rhombusന്റെ diagonals perpendicular bisector. അപ്പോൾ mons is a parallelogram. Therefore angle mon equal to 90 degree. Therefore angle S equal to 90. Opposite angle. മോൻ്റെ opposite angle ആണ് ആര്? S.
അപ്പോൾ ആംഗിൾ എസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇൻ എ പാരലലോഗ്രാം പി ക്യു ആർ എസ് വൺ ആംഗിൾ 90 ഡിഗ്രി. ദെർഫോർ ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. ദെർഫോർ ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. കറക്റ്റ് ആയല്ലോ? സിമ്പിളാണല്ലോ? സിമ്പിളായല്ലോ? കറക്റ്റാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, പി ക്യു ആർ എസ് ഈസ് എ പാരലോഗ്രാം എന്ന് ഫസ്റ്റ് പ്രൂഫ് എഴുതി. ദെൻ നെക്സ്റ്റ് ഷെയ്ഡഡ് ക്വാഡ്രിലാറ്ററൽ മോൻസ്. മോൻസ് ഈസ് ഓൾസോ എ പാരലോഗ്രാം. ആംഗിൾ മോൻ ഈക്വൽ ടു 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ദെർഫോർ ആംഗിൾ എസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആംഗിൾ 90 ഡിഗ്രി. ദെൻ ഇനി പാരലോഗ്രാം വൺ ആംഗിൾ 90 ഡിഗ്രി ഈസ് കോൾഡ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ പി ക്യു ആർ എസ് ഈസ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രിലാറ്ററൽ ആണ്. ദെൻ ഇൻസൈഡ് ഫിഗർ പാരലലോഗ്രാം. റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇൻസൈഡ് ഫിഗർ റോംബസ്. റോംബസ് ആണെങ്കിൽ ഇൻസൈഡ് ഫിഗർ റെക്റ്റാങ്കിൾ. അപ്പോൾ 3 കേസും പ്രൂഫ് എഴുതി വളരെ നീറ്റാക്കിയിട്ട് നമ്മൾ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ 3 പ്രോബ്ലം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ ക്ലാസ്സിൽ കറക്റ്റാക്കി എടുക്കുക, ഭംഗിയാക്കി ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്ദി, നമസ്കാരം.